പൂരാട നക്ഷത്രക്കാർക്കും 7-ലാണ് വ്യാഴം വന്നത്. നിവർത്തി സ്ഥാനത്ത് വ്യാഴാണ് വന്നേക്കുന്നത്. 3-ാം ഭാവത്തിൽ രാഹു, 4-ല് ശനീശ്വരൻ വന്നു. അപ്പോൾ നിവർത്തി സ്ഥാനത്ത് തന്നെ വ്യാഴം നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നിവർത്തി ചെയ്ത് തരണം എന്നാണ് പറയുക. അത് ലഗ്നാധിപനും കൂടിയിട്ടാണ്. അതായത് പൂരാട നക്ഷത്രത്തിൻ്റെ നിൽക്കുന്ന രാശിയും കൂടിയാണ് വ്യാഴം. 7-ലെ വ്യാഴം നമുക്ക് ഏറ്റവും നല്ല ശോഭന ഫലമാണ് തരിക. പക്ഷേ ഈ വ്യാഴം നമുക്ക് 7-ൽ നിൽക്കുന്നതാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്ക്, അതായത് ശനി 4-ൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇതിപ്പോൾ ശരിയാവും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ശനീശ്വരൻ ഇത്തിരി തടസ്സങ്ങൾ വരുത്തും. അപ്പം ശനിയെ തന്നെ നമ്മൾ പ്രീതിപ്പെടുത്താം. ശനീശ്വരനെ തന്നെ നമ്മൾ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോവാം. അതേപോലെ കുട്ടികൾക്കാണെങ്കിലും വിദേശവാസത്തേക്ക് പോകാനും, നമുക്കാണെങ്കിലും അതായത് വലിയവർക്കാണെങ്കിലും അവിടെ പോയിട്ട് ജോലി ഇത് അന്വേഷിച്ചൊക്കെ നടക്കുന്നവർക്കാണെങ്കിലും വലിയ അലസതയില്ലാതെ നമുക്ക് കാര്യങ്ങൾ നിവർത്തിക്കാൻ പറ്റും. ദേവീക്ഷേത്രത്തിൽ പോവാം, ദേവിക്ക് ലളിത സഹസ്രനാമ അർച്ചന ചെയ്യിപ്പിക്കുക. ദേവി മാഹാത്മ്യം നമുക്ക് 11-ാമത്തെ അധ്യായം ഒരു 7 ദിവസമെങ്കിലും നിങ്ങൾ നെയ്വിളക്ക് വെച്ചിട്ട് കൃത്യമായിട്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം വരും. 41 ദിവസം പാരായണം ചെയ്യുന്നതാണ് പറയുക. 41 ദിവസം നെയ്വിളക്ക് വെച്ച് വീട്ടിൽ തന്നെ ദേവി മാഹാത്മ്യ പുസ്തകത്തിൻ്റെ 11-ാമത്തെ അധ്യായം പ്രാർത്ഥിച്ചാലേ നമുക്ക് എന്ത് തടസ്സങ്ങൾ എന്തെങ്കിലും ദേവി മാറ്റിത്തരുന്നതാണ് പ്രമാണം പറയുന്നത്. അങ്ങനെ തന്നെയാണ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയാനായിട്ട് നമുക്കറിയാനായിട്ട് സാധിക്കും. പൂരാട നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ല സമയമാണ്. നല്ല സമയമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ വഴിപാടുകളൊക്കെ ചെയ്യുകയും വേണം. നമ്മൾ പ്രാർത്ഥിക്കും വേണം. നമ്മുടെ കർമ്മത്തെ നോക്കും വേണം. കർമ്മം ആണല്ലോ, ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞതല്ല, കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. പിന്നെ ഇതിൽ 9-ാം ഭാവത്തിലാണ് കേതു വന്ന് നിൽക്കുന്നത്. കേതു 9-ൽ വന്നതുകൊണ്ട് നമുക്ക് ഭാഗ്യത്തെ കുറയ്ക്കുന്നുണ്ട്. ഭാഗ്യഭാവത്തെ ഇത്തിരി കുറയ്ക്കും. ഞാൻ പറഞ്ഞല്ലോ, ശനി ഇവിടെ 4 തടസ്സങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ 9-ൽ ആ ഭാഗ്യത്തെ ഇത്തിരി കുറയ്ക്കുന്നുണ്ടെങ്കിൽ ജ്ഞാനത്തെ തരുന്ന ഒരു ഗ്രഹമാണ് കേതു. അപ്പം ഈ രാഹു കേതു 3-ലും 9-ലാവുമ്പോൾ നമുക്ക് ഉപാസനയൊക്കെ ഉള്ളവർക്ക് നല്ല ജ്ഞാനം കിട്ടും. ഉപാസനാ ദേവതകളെ നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും നമ്മുടെ ഉപബോധ മനസ്സിൽ വേറൊരു രൂപങ്ങളൊക്കെ വരുന്നത്. അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇവർക്ക് നിഗൂഢമായ ശാസ്ത്രങ്ങളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഭാഷകൾ പഠിക്കാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ്. ഇതറിഞ്ഞുകൊണ്ട് ഈ പൂരാട നക്ഷത്രക്കാർ ഏറ്റവും നന്നായിട്ട് തന്നെ കർമ്മത്തെ ശ്രദ്ധിക്കുക. വ്യാഴനും ശനീശ്വരനൊക്കെ പ്രീതി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വർഷം ഏറ്റവും നല്ല ശോഭന ഫലങ്ങൾ തന്നെ നമുക്ക് ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്.